ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 പോയിൻറ്റ് 3D സ്റ്റാർസ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ മോനാണ് ഈ സ്റ്റാർസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരുന്നത്. അപ്പോൾ വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ സ്റ്റാർസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 2 A4 ഷീറ്റ് പേപ്പറാണ്. അപ്പോൾ ഇവിടെ ഞാൻ 2 കളറാണ് എടുത്തിരിക്കുന്നത്. സിംഗിൾ കളറോ അല്ലെങ്കിൽ ഡബിൾ കളറോ ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് A4 ഷീറ്റ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ 2 ഓപ്പോസിറ്റ് സൈഡ്സിലും നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതായത് ഇതുപോലെ ഹോറിസോണ്ടലായിട്ടും അതുപോലെ വേർട്ടിക്കലായിട്ടും നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഡയറക്ഷനിലേക്കും നമുക്ക് ഇതുപോലെ ലൈൻസ് കിട്ടും. ഇപ്പോൾ നമ്മൾ എല്ലാ സൈഡും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും ആദ്യം ഫോൾഡ് ചെയ്ത് കൊടുത്ത ഒരു പ്ലസ് ഷേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ മിഡിൽ പോയിൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇതുപോലെ ഒരു എൻഡിൽ നിന്നും നമ്മൾ സെൻറ്ററിലേക്ക് ഒന്ന് മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് മിഡിൽ മാത്രമായിട്ട് ഈ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 4 സൈഡിൽ നിന്നും പേപ്പറിൻ്റെ എൻഡ് നമ്മൾ ഇതുപോലെ സെൻറ്ററിലേക്ക് ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിന് നേരെ താഴെയായിട്ട് ജസ്റ്റ് മിഡിൽ മാത്രമായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ 4 സൈഡിലും ഇതുപോലെ നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള മിഡിൽ പോയിൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നമ്മളൊരു സിസർ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിൻറ്റിലേക്ക് സിസർ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 സൈഡിൽ നമ്മൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത ഓരോ സൈഡിൽ നിന്നും കോർണറിലേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത സൈഡ് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്ത പേപ്പറിൻ്റെ മേലെ കവർ ചെയ്ത് വരുന്ന രീതിയിൽ വേണം ഇതുപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അടുത്തതും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗത്തിൽ നിന്ന് കോർണറിലേക്ക് ആദ്യം ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്തത് ഇതിന് മേലെ കവർ ചെയ്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ നോക്കാം. ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്കിതൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കണം. ഗ്ലൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് താഴെ നിൽക്കുന്ന പേപ്പറിനെ കവർ ചെയ്ത് വരുന്ന രീതിയിൽ വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. കണ്ടോ, ഈ രീതിയിൽ ഈ കോർണറിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം നമുക്ക് പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതേ രീതിയിൽ നമുക്ക് 4 സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് 4 സൈഡും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഫിംഗർ വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ ഫോൾഡൊക്കെ ഒന്ന് ഓപ്പണായി നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റാറായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 പേപ്പറിലും സ്റ്റാർ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ നോക്കാം. ഇത് നമുക്ക് വാളിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹാങ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഈ സ്റ്റാർ ഹാങ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സ്റ്റാറിൻ്റെ മേലെ ഒരു സ്ട്രിങ്ങോ അല്ലെങ്കിൽ ത്രെഡോ വെച്ച് കൊടുത്തിട്ട് അടുത്ത സ്റ്റാർ ഈ രീതിയിൽ ഇതിൻ്റെ മേലെ വെച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഹാങ് ചെയ്യാം. ഇനി അതല്ല, നമ്മൾ വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് വെച്ച് ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ A4 സൈസ് പേപ്പറിൽ നിന്നും സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റാർ ചെയ്തത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് വേസ്റ്റാക്കി കളയേണ്ട കാര്യമില്ല. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടി കുട്ടി സ്റ്റാർസ് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എക്സാക്റ്റ് ആയിട്ടുള്ളൊരു സ്ക്വയർ ഷേപ്പ് വേണമെന്നേ ഉള്ളൂ. നമുക്ക് ഏത് സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സ്റ്റാർസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് മാത്രമല്ല, വേറെയും കുറേ ടൈപ്പ് സ്റ്റാർസ് മോൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോസിൽ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.